ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഷാരോൺ മരണപ്പെട്ട ആ ഒരു കേസിൽ ഗ്രീഷ്മ പണ്ട് പറഞ്ഞ ചില വാക്കുകൾ ഇപ്പൊ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരാഗ്രഹവുമില്ല, ഒഴിവാക്കാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല, പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയാം. കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം അഹങ്കാരത്തോടു കൂടിയാണ് ഗ്രീഷ്മ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ വിളിച്ചു പറയുന്നത്. മരണസമയത്ത് പോലും തന്നെ കൊന്നത് ഗ്രീഷ്മയാണെന്ന് ആ പയ്യൻ അറിഞ്ഞിരുന്നില്ല. അത്രയേറെ വിശ്വാസമായിരുന്നു ആ പയ്യന് ഈ പെൺകുട്ടിയോട്. ഇപ്പൊ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് പ്രായം കുറവാണ്, തനിക്കിനിയും പഠിക്കണം എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു പയ്യനെ ആയിരുന്നില്ലേ നിങ്ങൾ കൊലപ്പെടുത്തിയത്? ഇത്തരം ക്രൂര പ്രവൃത്തികൾ ചെയ്തിട്ട് ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത ഒരാൾ ഇനിയും ഈ പ്രവൃത്തി ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു? ഇതൊക്കെ കാണിക്കുന്നത് കൊല ചെയ്ത ഈ പെൺകുട്ടിക്കറിയാം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. ഈ പെൺകുട്ടിയെ ഈ പോലീസുകാർ കൊണ്ടുപോകുന്ന സീനൊക്കെ വാർത്താ ചാനലിലൂടെ നമ്മൾ കാണുന്നതാണ്. എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് തോളിലൊക്കെ പിടിച്ചിട്ടാണ് ഇവര് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. നാട്ടുകാർ ഉപദ്രവിക്കുമോ എന്നോർത്തുള്ള പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാം. എന്നിരുന്നാലും തിങ്കളാഴ്ച ഇതിന്റെ ഒരു അന്തിമ വിധി വരുന്നുണ്ട്. ഈ ഒരു വിധി ആദ്യം വന്ന സമയത്ത് തന്നെ ഈ ഷാരോണിന്റെ മദറിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മയുടെ അമ്മ കുറ്റക്കാരിയല്ല എന്ന് കോടതിയിൽ തെളിഞ്ഞതാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ തെളിവുകൾ ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് ഷാരോണിനെ കൊല്ലാൻ ഈ അമ്മ ഗ്രീഷ്മക്ക് കൂട്ടുനിന്നു എന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥിതി പ്രകാരം തൂക്കിക്കൊല്ലൽ പോലത്തെ ശിക്ഷകളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ഇത്തരക്കാർക്ക് ലഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചെറിയൊരു ശിക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നമ്മൾ ദിവസവും പല പല സ്ഥലങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. ഗ്രീഷ്മയുടെ പറയുന്ന പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഷാരോൺ തന്നെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ്. പക്ഷെ ഇവിടെ ഗ്രീഷ്മ തന്നെയാണ് ഷാരോണിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചതും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതുമെന്ന് അവരുടെ ചാറ്റിലൂടെയും കോളിലൂടെയും ഒക്കെ പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ ഇത്തരത്തിലുള്ള നുണ പറച്ചിലുകൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. തനിക്ക് നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ ജീവന തുല്യം സ്നേഹിച്ച ഷാരോണിനെ ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ക്രൂര പ്രവൃത്തി ഈ പെൺകുട്ടി ചെയ്തത്. ഗ്രീഷ്മ നടത്തിയ ഈ ഒരു കൊലപാതകത്തെ ജസ്റ്റിഫൈബിൾ മർഡർ ആക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഇതിലൂടെ തന്നെ വീണ്ടും ഷാരോണിനെ കൊല ചെയ്യുകയാണ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും പോലീസ് ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ വാട്സപ്പ് ചാറ്റ് അധികം പരിശോധിച്ചിരുന്നു. ഇതിലൊന്നും ബ്ലാക്ക് മെയിലിന്റെ ഒരു കണിക പോലും കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിരുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് രണ്ടുപേരും വിഷം കൊടുത്ത ആ ഒരു മരണക്കിടക്കയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു മരിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ ഈ പറഞ്ഞ ഷാരോണും ഈ പറഞ്ഞ ഗ്രീഷ്മയോട് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭീഷണി പോലുള്ള നുണപ്രചാരണങ്ങളൊന്നും ഇവിടെ ഏൽക്കില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം ഇതിന്റെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന്.